പയ്യാവൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയിറങ്ങി ഭീതി പരത്തിയ സംഭവത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ. മേഖലയിൽ നിന്നും പൂർണ്ണമായും കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പറയുന്നത് പയ്യാവൂർ 6 കിലോമീറ്റർ ദൂരത്തുള്ള സോളാർ വേലി മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ബാക്കി സ്ഥലവും പൂർത്തീകരിക്കണമെന്നാണ്. അത് വസ്തുത വിരുദ്ധമായൊരു കാര്യമാണ്. 11 കിലോമീറ്റർ 500 മീറ്റർ 11.5 കിലോമീറ്റർ ദൂരത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. 14 കിലോമീറ്ററാണ് ആകെ ബൗണ്ടറി. ആ 2.5 കിലോമീറ്ററിലെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ 2.5 കിലോമീറ്ററിൽ സാധാരണ സൗരോർജ്ജ വേലിയുണ്ട്, ഹാങ്ങിങ് അല്ല എന്ന് മാത്രം. എന്നാൽ അവിടെയും രണ്ടാമത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ പരിഭ്രാന്തിയും അവർക്കുണ്ടായ ആശങ്കയും പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പങ്കുചേരുകയാണ്. ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് 1 കോടി രൂപയുടെ പദ്ധതി നമ്മളവിടെ വേലിയിലൂടെ നിർവഹിച്ചത്. അത് സംരക്ഷിക്കും. ഈ കൊല്ലത്തെ ബഡ്ജറ്റിൽ 6 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ സംരക്ഷണവുമായി തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതിന് വേണ്ടി, വേതനം കൊടുക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചത്. സോളാർ ഹാങ്ങിങ് ഫെൻസ് അല്ലാതെ നമ്മുടെ നാട്ടിൻ പുറത്ത് മലയ്ക്ക് വളരെ കുത്തനെയുള്ള ചെരിവുകളിൽ വിജയിപ്പിച്ചെടുക്കാവുന്ന ഒരു മാർഗവും ഇന്ന് നിലവിലില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. അവിടെ മറ്റൊരു പരീക്ഷണം ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. വനത്തിലേക്ക് ആനയ്ക്ക് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു സോളാർ ലൈറ്റ്, റിവോൾവിംഗ് ലൈറ്റ് നമ്മൾ ഈ ആഴ്ചയിൽ സ്ഥാപിക്കും. അത് ആ കമ്പനി സൗജന്യമായി അതിൻ്റെ ഒരു പരസ്യം എന്നുള്ള നിലയിലാണ് അവിടെ സ്ഥാപിക്കുന്നത്. അപ്പം അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചായത്ത് 4 ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട്. അത് വിജയകരമാണ് എങ്കിൽ ആന ഇറങ്ങുന്ന പാതകളിലാകെ ഈ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായും ആന ഇറങ്ങാത്ത നാടായി പയ്യാവൂർ മാറും. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ഇത് വിജയിച്ചില്ലേ? വിജയിച്ചു. എന്തുകൊണ്ട്? കഴിഞ്ഞ വർഷം ഈ നിലയിൽ സംസാരിക്കുമ്പോൾ 10-30 ആനകളുടെ സാമീപ്യമുണ്ട്. അതിനപ്പുറത്തെ കൊല്ലം നമ്മൾ ഈ നിലയ്ക്ക് സംസാരിക്കുമ്പോൾ അസംഖ്യമാനകൾ നിരന്തരമായി ഇറങ്ങി വിളയാട്ടം നടത്തുന്ന പ്രദേശത്ത് ഇപ്പോൾ 3-4 ആനകൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതിനെ കൂടി വനത്തിലേക്ക് കയറ്റി വിടുന്നതോടുകൂടി സമ്പൂർണ്ണമായി നമുക്ക് ഇക്കാര്യത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ്യർ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.